ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നു. തന്ത്രിക്ക് സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ല എന്നും റിമാൻഡ് റിപ്പോർട്ടിലെ കാര്യങ്ങൾ വിചിത്രമാണെന്നുമാണ് പ്രതിഭാഗം വാദം. അതേസമയം കേസിൽ അറസ്റ്റിലായ ദേവസ്വം മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. അദ്ദേഹത്തെയും വിജിലൻസ് കോടതിയിൽ ഇന്ന് ഹാജരാക്കും. വിവരങ്ങളുമായി M. മനോജ് ചേരുന്നു. മനോജ്, നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് തന്ത്രിയെ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെടുത്തി SIT അറസ്റ്റ് ചെയ്തത്. അദ്ദേഹം ആദ്യ ദിവസം ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നു. അതേപോലെ തന്നെ മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാർ, അദ്ദേഹത്തിൻ്റെ റിമാൻഡ് കാലാവധിയും ഇന്ന് തീരുന്നു. കൂടുതൽ വിവരങ്ങൾ മനോജ്. വിനോദ്, ഈ അറസ്റ്റിലായ ദിവസം തന്നെ തന്ത്രിയുടെ അഭിഭാഷകൻ ഈ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അത് ഇന്നാണ് പരിഗണിക്കുന്നത്. 11 മണിയോടുകൂടി തന്നെ കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്ന് പരിഗണിച്ച് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാനാണ് സാധ്യത. എന്തായാലും ഈ തന്ത്രിയുടെ രേഖപ്പെടുത്തിയപ്പോൾ തന്നെ അഭിഭാഷകർ ഉൾപ്പെടെ അറസ്റ്റ് റിപ്പോർട്ടും അതോടൊപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ടും അടക്കം പരിശോധിച്ചപ്പോൾ അതിൽ രേഖപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ അന്ന് വിചിത്രമാണ് എന്നുള്ള കാര്യം തന്നെയാണ് നമ്മളോടക്കം വ്യക്തമാക്കിയത്. കാരണം ആചാരലംഘനം, അതോടൊപ്പം തന്നെ അനുജ്ഞ വാങ്ങിയില്ല, മറ്റ് സാങ്കേതിക കാരണങ്ങളൊക്കെയാണ് അതിൽ രേഖപ്പെടുത്തിയിരുന്നത്. ഇതിൽ SITക്ക് എന്തെങ്കിലും മറ്റ് ഇടപെടലുകൾ SITയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും സംശയകരമായി നിലനിൽക്കുകയാണ്. അതായത് ഹൈക്കോടതിയിലടക്കം സമർപ്പിച്ച റിപ്പോർട്ടിൽ നിന്നും ഏറെ വിചിത്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഈ റിമാൻഡ് റിപ്പോർട്ടും അറസ്റ്റ് റിപ്പോർട്ടും ഒക്കെ. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഇരട്ടത്താപ്പാണോ എന്നുള്ള കാര്യം അടക്കം ഉയർന്നു കേട്ടിരുന്നു. എന്തായാലും തന്ത്രിയെ കഴിഞ്ഞ ദിവസം അടക്കം ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ഒരു സാഹചര്യമാണ്. അതായത് ICUവിലടക്കം പ്രവേശിപ്പിച്ച് പിന്നീടാണ് വീണ്ടും ജയിലിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും നിലവിൽ ഇന്ന് വിജിലൻസ് കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം, അതായത് ഈ പ്രതിഭാഗം അഭിഭാഷകർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. തന്ത്രിക്ക് ഈ ഒരു സംഭവമായി, അതായത് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ട് പങ്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് അഭിഭാഷകരടക്കം പറയുന്നത്. എന്തായാലും ഇത് കോടതി പരിഗണിക്കുമ്പോൾ നമുക്ക് മറ്റ് വിവരങ്ങൾ കൂടെ ലഭിക്കും. അതോടൊപ്പം തന്നെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള A. പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധി ഇന്ന് തീരുകയാണ്. 2 കേസുകളിലും പ്രതിയാണ് A. പത്മകുമാറിനെ ഇന്ന് കോടതിയിൽ എത്തിച്ച് വീണ്ടും ഈ റിമാൻഡ് കാലാവധി നീട്ടി നൽകാനാണ് സാധ്യത. എന്തായാലും നിലവിൽ അറസ്റ്റിലായിട്ടുള്ള ഒരു പ്രതികൾക്കും വിജിലൻസ് കോടതി ഇതുവരെയും ജാമ്യം അനുവദിച്ചിട്ടില്ല. തന്ത്രിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി അതിൽ കൃത്യമായും നിരീക്ഷണം നടത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. തീർച്ചയായും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി പരിഗണിക്കുന്നു. അതേപോലെ തന്നെ A. പത്മകുമാറിൻ്റെ റിമാൻഡ് കാലാവധിയും ഇന്ന് അവസാനിക്കുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊല്ലത്തു നിന്നും മനോജ്.